ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 45-ാമത്തെ ദിനം. കൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 45-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. നമ്മുടെ യാത്രകൾ അവസാനിക്കുകയാണ്. നമ്മുടെ യാത്ര അവസാനിക്കാറാവുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ യാത്രകൾ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയത്? എൻ്റെ ജീവിതത്തിൽ എന്ത് രൂപാന്തരമാണ് എനിക്ക് ഉണ്ടായത്? രൂപാന്തരം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾ. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് ഗുരുവായ യേശു വ്യക്തമായ അറിവ് പകർന്നു കൊടുക്കുന്നതായ ഒരു ഭാഗമാണ് ഇത്. തന്നെ പിന്തുടരുന്നവർക്ക് പ്രയാസമില്ലാത്ത മാർഗമല്ല, പ്രത്യുത കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും മരണത്തിൻ്റെയും മാർഗമാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. മത്തായി എഴുതിയ സുവിശേഷം അതിലെ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ഈ വേദഭാഗം. 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പ്രവാചക ശബ്ദത്തിലൂടെ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് യേശു പറയുകയാണ്. പുറമേയുള്ള സൗന്ദര്യത്തെക്കാൾ ദൈവം വില കൽപ്പിക്കുന്നത് തന്നെ പിന്തുടരുന്നവരുടെ അകമേ ഉള്ള ഭംഗിയാണ്. God values not the outer beauty but the inner beauty of his followers. വിശ്വാസ സമൂഹം ജീവനുള്ള ആലയങ്ങളായി രൂപപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കർത്താവിൻ്റെ ദിവസം നാശത്തിൻ്റെ ദിവസമല്ല, പിന്നെയോ ഒരു പുനർനിർമ്മിതിയുടെ ദിവസമാണ്. ക്രിസ്തുവിൻ്റെ പിൻഗാമികളായ നാം ഓർക്കേണ്ടതായ ഒരു കാര്യം, ചതിയുടെയും പകയുടെയും അധർമ്മത്തിൻ്റെയും മധ്യേ വ്യത്യസ്തരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന ഉദ്ബോധം നമ്മിൽ ഉണ്ടായിരിക്കണം. യേശുവിനു വേണ്ടി നാം ഉറച്ച മനസ്സോടെ ജീവിക്കുകയാണ് വേണ്ടത്. പതർച്ചയുടെ അനുഭവത്തിലല്ല, നമുക്കായി ജീവൻ വച്ചവനായ യേശുവിനു വേണ്ടി ഉറച്ച മനസ്സോടെ ജീവിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവബന്ധം അളക്കപ്പെടുന്നത് അവർ കടന്നു പോകുന്നതായ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ്. നമുക്കൊട്ടും പരിചയമില്ലാത്ത, നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ നേരിടുമ്പോൾ ദൈവവിശ്വാസം എപ്രകാരം കാത്തു സൂക്ഷിക്കാൻ ഇടയാകുന്നുണ്ട് എന്ന് നാം ഒന്ന് വിലയിരുത്തണം. വീഴാതെ നിലനിൽക്കുവാൻ ശക്തീകരിക്കുന്ന ദൈവസാന്നിധ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പീഡാനുഭവ ആഴ്ചകളിൽ നമ്മുടെ ആശ്രയം എവിടെയാണ് എന്ന് ഒന്ന് ചിന്തിക്കണം. ദൈവാശ്രയമുള്ള ജീവിതങ്ങൾക്ക് യാതൊന്നിനും ഭയപ്പെടുകയോ ആകുലപ്പെടേണ്ടതായോ കാര്യമില്ല. നാളെ എന്താകുമെന്ന ചോദ്യം ഞാൻ വെടിഞ്ഞിട്ട് എൻ്റെ ദൈവകരത്തിൽ ഞാൻ എന്നും സുരക്ഷിതനാണ് എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഉറച്ച വിശ്വാസമാണ് നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ജീവിതത്തിൽ പതറാതെ ഭ്രമിക്കാതെയുള്ളതായ വിശ്വാസം നമുക്ക് രൂപപ്പെടുത്താം. ഈ നോമ്പുകാലം അതിന് നമ്മെ ഇടയാക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ
എന്നെ സഹായിക്കണമേ. ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. ദൈവകരങ്ങളിൽ ഞാൻ എന്നും സുരക്ഷിതനാണ് എന്നുള്ളതായ ഒരു വിശ്വാസം എന്നിൽ രൂപപ്പെടുത്തണമേ. സംശയങ്ങൾ മാറ്റി നിർത്തുവാനും നിന്നിൽ വിശ്വസിക്കുവാനും എന്നെ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.